ഹായ്, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലേണേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ദേവിക പ്രിയദർശിനി, ഓൾ ഇന്ത്യ റാങ്ക് 95 ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ 2024. ദേവിക, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ദേവികയുടെ റിസൾട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ 3 സ്റ്റേജസിലാണ്: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. അപ്പോൾ ഈ മെയിൻ എക്സാമിനേഷനിൽ GS പ്ലസ് SA പേപ്പറിൽ കേരളത്തിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്സ് 552 മാർക്സാണ് ദേവികയ്ക്ക് കിട്ടിയത്. ഓക്കെ, അത് ഒരു ഹ്യൂജ് അക്കംപ്ലിഷ്മെൻ്റ് ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ മെയിൻ എക്സാമിനേഷൻ റിട്ടൺ എക്സാമിനേഷനാണ്. ഒരു 2 to 3 മന്ത്സിൻ്റെ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ ഈ മെയിൻ എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ദേവികയുടെ മെയിൻ എക്സാമിനേഷൻ്റെ സ്ട്രാറ്റജീസും ദേവിക ഫോളോ ചെയ്ത ടെക്നിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടങ്ങാം ദേവിക. ദേവിക ഐലേണിൻ്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ദേവികയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ദേവി പറയുന്നുണ്ട്, ഞാൻ എല്ലാം ഐലേണിലാണ് പ്രോഗ്രാംസ് എടുത്തതെന്നുള്ളത്. അപ്പം ദേവികയുടെ മെയിൻസ് പ്രിപ്പറേഷനും ഫുൾ ഐലേണിലായിരുന്നു. അപ്പം ദേവിക ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റിലാണ് റാങ്ക് ലിസ്റ്റിൽ കയറിയത്. അപ്പോൾ ആ ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റിൽ തന്നെയാണ് നമ്മളിവിടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് അറ്റൻഡ് ചെയ്തത്. അപ്പം ഫുൾ ഓൺലൈൻ ആയിട്ടായിരുന്നു വീട്ടിൽ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് മെയിൻസിൻ്റെ സമയത്ത് ദേവിക ഇവിടെ വന്നിരുന്നു. ഓക്കെ, മെയിൻസ് സമയത്ത് ഇവിടെ വന്നിരുന്നു. ദേവിക ഒരു എനിക്ക് തോന്നുന്നത് ഇത് ടെക്നിക്കലി ദേവികയുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് ദേവിക ഈ പരീക്ഷ കയറിയത്. അപ്പം ദേവികയുടെ ആ ഒരു മെയിൻസ് പ്രിപ്പറേഷൻ ഒന്ന് പറയാമോ? പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ മെയിൻസ് ചെയ്യുന്നവർക്ക് കുറേ കൺസേൺസ് ഉണ്ടാവും. അതായത് സെക്കൻഡും തേർഡും ഫോർത്തും അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത്രയും കണ്ടന്റ് എനിക്കുണ്ടോ, എഴുതി ശരിയാവുമോ, പിന്നെ ആ 3 മണിക്കൂറിൻ്റെ പരീക്ഷ എഴുതി തീരുമോ? അപ്പോൾ ദേവികയുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ദേവിക ആ ഒരു ടൈമിൽ ദേവിക ഫോളോ ചെയ്ത ഷെഡ്യൂൾ ഒന്ന് പറയായിരുന്നു? യെസ് സർ. ഐലേണിലെ MTSൽ, അതായത് മെയിൻസ് ടെസ്റ്റ് സീരീസിന് ചേരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ഫൗണ്ടേഷൻ ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ 2023 മാർച്ച് മുതൽ. അപ്പോൾ 2023 മാർച്ച് മുതൽ ഒരു 2025 ജാനുവരി ഫെബ്രുവരി 2024 ജാനുവരി ഫെബ്രുവരി വരെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മെയിൻസ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും അനുസരിച്ച് ക്ലാസ് എടുക്കുന്ന മുറയ്ക്ക് തന്നെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ഈ നോട്ട്സ് ആയിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്തായാലും. അപ്പം ഈ മെയിൻസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഐലേണിൽ വന്നു, നിഖിൽ സാറിനെ കണ്ടു. സാറിനെയാണ് അലോട്ട് ചെയ്തത്. അപ്പോൾ സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അതെ, എൻ്റെ മെൻറ്റർ നിഖിൽ സാറായിരുന്നു. അപ്പോൾ സാറുമായിട്ട് ആദ്യത്തെ ഇൻട്രാക്ഷൻ, ഫസ്റ്റ് ടെസ്റ്റ് ഏൻഷ്യൻ മെഡീവൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ വീക്കിൽ ഒരു സ്കെഡ്യൂൾ പറയാം. ആ വീക്കിൽ 5 ദിവസം പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഫൗണ്ടേഷണൽ നോട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ നോട്ടിനെ ഞാൻ കുറച്ചുകൂടെ ക്രിസ്പിയർ ആക്കി ഒരു ടേബിൾ ഫോർമാറ്റിൽ നോട്ട്സ് ആക്കി, ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് നോട്ട്സ് ആക്കും. ഓരോ പീരീഡിലും ആ പീരീഡിൻ്റെ പൊളിറ്റി, എക്കണോമി, റിലിജിയൻ, സൊസൈറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ആർക്കിടെക്ചർ, ടെക്നോളജി, അങ്ങനെ ഓരോ ഡയമെൻഷനിൽ ഒരു വളരെ ചെറിയ നോട്ട് ഉണ്ടാക്കി. ഇത് തന്നെയാണ് എല്ലാ വീക്കിലും ചെയ്തത്, ഓരോ സെക്ഷണൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നോട്ട് വളരെ ക്രിസ്പായതുകൊണ്ട് അതൊന്നും കൂടെ സാറ്റർഡേ റിവൈസ് ചെയ്തിട്ട് സൺഡേത്തെ ടെസ്റ്റ് എഴുതാൻ പോകുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ആൻസർ റൈറ്റിംഗ്, ഫ്ലാഷ് ആൻസർ റൈറ്റിംഗ്, നൈട്രോ ബൂസ്റ്റഡ് ഐലേൺ നടത്തുമായിരുന്നു. അത് എല്ലാ വീക്കിലും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തിട്ട് ആ ആൻസർ ഞാനത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തു. ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഞാനത് അയച്ചു കൊടുക്കും. അത് പിറ്റേ ദിവസം എനിക്കത് ഇവാലുവേറ്റ് ചെയ്ത് എൻ്റെ ഫീഡ്ബാക്ക് ഡ്രൈവിൽ വരും, ഗൂഗിൾ ഡ്രൈവിൽ വരുമായിരുന്നു.